അവർ എങ്ങനെയാണ് ഒരു നാടിനെ ഭരിക്കേണ്ടത്? ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് വീണ്ടും നഴ്സറി ക്ലാസുകളിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ സംസ്കാരമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടാണ് ഇവരെ നാട് ഭരിക്കാൻ പിടിച്ചുപെടേണ്ടത്. എന്നിട്ട് ഇവർ ഭരിച്ചു. എത്രയുള്ള ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്? 4.5 വർഷക്കാലം ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. 4.5 വർഷക്കാലം കേരളത്തിലെ മനുഷ്യന്റെ, കേരളത്തിൽ ജീവിക്കുന്നവന്റെ കണ്ണുനീരിന് പോലും വില കൽപ്പിക്കാൻ ഇവർ തയ്യാറായില്ല. അനവധി നിരവധി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്? ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവന്റെ വേദനയിലേക്ക് ഇവർ കുത്തിയിറങ്ങി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി? അനിയന്ത്രിതം ഞങ്ങളിലെ കാരണക്കാർ വിലക്കയറ്റം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വിലക്കയറ്റം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ? ഒരുപാട് ഭൂമാഫിയകളെ വളർത്തുക, ഒരുപാട് കള്ളന്മാരെ സൃഷ്ടിച്ചെടുക്കുക, ഒരുപാട് ഗുണ്ടകളെ സൃഷ്ടിച്ചെടുക്കുക, ഒരു നാടിന്റെ പൈതൃകം തകർക്കുക. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതോ ഒരു നാടിന്റെ ഉത്തരവാദപ്പെട്ട, ഒരു നാടിനെ നയിക്കേണ്ട, ഒരു നാടിന്റെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളാണ്. ഒരു നാടിന് പ്രശ്നമുണ്ടാകുമ്പോ പോലീസുകാരന്റെ ചെല്ലൊക്കെ പിടിച്ചിട്ട് അവനെ പിടിച്ച് പുറത്താക്കിയിട്ട് അവരെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു പോകുന്നത് ഒരു നാട് ഭരിക്കുന്ന അങ്ങോട്ട് ചോദിച്ചു തുടങ്ങി. ശ്രീ പിണറായി വിജയൻ അവസാനം പറഞ്ഞു, ചില ജില്ലകളിൽ ഏതാണ്ട് നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞ സ്ഥിതിയിലാണ്. ചില ജില്ലകളിൽ 50% ശ്രീ പ്രിയപ്പെട്ട പിണറായി വിജയ, കേരളത്തിൽ 14 ജില്ലകളേ ഉള്ളൂ. ഈ 14 ജില്ലകളിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുന്നണി സമ്പ്രദായത്തെ ഞങ്ങൾ വലിച്ചെറിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനവധി നിരവധി നേതാക്കന്മാർ എനിക്ക് പിന്നിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ വളരെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് പറയുകയാണ് 5 വർഷത്തെ വളരെ മനോഹരമായ ഇവരുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പത്രങ്ങളിൽ മുഴുവനും ഇവർ പരസ്യം ചെയ്യുകയാണ്. 2004 കേന്ദ്രത്തിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പരസ്യം ഇങ്ങനെ കൊടുക്കലാണ്. ഞങ്ങളുടെ നാട് തിളങ്ങുകയാണ്. എവിടെയാണ് തിളങ്ങിയതും? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതും? നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി? ആ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. എവിടെ നന്മ വരുമ്പോഴും അതിന്റെ ഇടയിലേക്ക് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതിന് പകരം പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? 4 വർഷം നിങ്ങൾ ഭരിച്ചു. ഇനിയും ഭരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വോട്ടിന്റെ കാർഡുമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വോട്ടില്ല, നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. കണ്ണൂരിന്റെ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് പറയുകയാണ്, നീ നോമിനേഷൻ കൊടുത്താൽ നിന്റെ ഭാര്യയും മക്കളും കൂടെ സന്തോഷത്തോടെ ജീവിക്കില്ല. ആർക്കാണ് ഭയമില്ലാത്തത്? തന്റെ ഭാര്യ നഷ്ടപ്പെടുന്ന ആരെങ്കിലും ആഗ്രഹിക്കുമോ? തന്റെ മക്കൾ നഷ്ടപ്പെടുന്ന ആരെങ്കിലും ആഗ്രഹിക്കുമോ? അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസം ഇവരെല്ലാവരും കൂടി തടഞ്ഞു നിർത്തുകയാണ്. തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും, നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകരുത്. നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയാൽ നിങ്ങളുടെ കയ്യോ കാലോ വെട്ടുമെന്ന് പറയുമ്പോൾ അവർ ഭയത്തോട് കൂടി പിന്മാറുകയാണ്. മാത്രമല്ല, പോളിംഗ് ബൂത്തിലെത്തിയാൽ അവിടെയുള്ളവർ പറയും, പോളിംഗ് ബൂത്തിൽ ഇലക്ട്രൽ ഓഫീസർ പറയുകയാണ്, നിങ്ങൾ 5 വർഷം മുമ്പ് മരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പിന്തിരിപ്പിച്ചയക്കുന്ന ഒരു നയമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. എന്തേ മലപ്പുറം നടക്കാത്തത്? എന്തേ മലപ്പുറം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാത്തത്? ഇവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും അനിർവചനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചം ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല 2012 അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ജില്ലയായി മാറാൻ പോകുന്നത്. എന്തേ ബാക്കിയുള്ള ജില്ലകൾ മാറിയില്ല? എന്തേ ബാക്കിയുള്ള ജില്ലകളിൽ നാട്ടുകാരില്ലേ? അവിടെ നേതാക്കന്മാരില്ലേ? അവിടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരില്ലേ? എന്തേ ഉണ്ടായിരുന്നില്ല? ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തിയിരുന്നത്. സ്വന്തം കീശ വീർപ്പിക്കാനും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമായിരുന്നു ശ്രമിച്ചിരുന്നത്. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന നാടിനോട് ആയിരക്കണക്കിന് വട്ടം പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന പണിയുന്ന വിസ്മയ പാർക്ക് ഉണ്ടാക്കി കളിക്കലാണ്. വെള്ളമുണ്ടാക്കുന്ന പാർക്ക് ഇവരൊരിക്കൽ പറഞ്ഞു കൊക്കക്കോല പാടില്ല. കാരണം എന്താ? ഇവിടെ ഖനനം നടക്കുകയാണ്. അവിടെ വെള്ളം കളയുന്ന പാർക്ക് ഉണ്ടാക്കുകയാണ് വിസ്മയ പാർക്ക്. അതുപോലെ തന്നെ പാപ്പിനശ്ശേരിയിലുണ്ടായ പരിപാടികൾ, അതുപോലെ തന്നെ ഇവരുണ്ടാക്കി 5 നക്ഷത്ര ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണ്? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും വോട്ടവകാശമുണ്ട്. എന്തുകൊണ്ടാണ് വോട്ടവകാശം ഉണ്ടായത്? നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ദേഷ്യമുണ്ടാകുമ്പോൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിവേചനമുണ്ടാകുമ്പോൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അടുപ്പമുണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറയാനും അവരെ സ്വീകരിക്കാനുമുള്ള മാർഗമാണ്.
വോട്ടവകാശം എന്ന് പറയുന്നത് അത് പ്രയോഗിക്കേണ്ടത് ആവശ്യമാണ്. പലരും തീരുമാനിക്കും നമ്മുടെ പോളിംഗ് അവകാശം അത് വിനിയോഗിക്കേണ്ടത് ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇവിടെ നിന്ന് വലിച്ചെറിയേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടെ വിജയിപ്പിച്ചയക്കേണ്ടത് നിങ്ങളുടെ നാടിന്റെ സ്പന്ദനം അറിയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കയറി വരുന്ന ഒരാളെ പിടിച്ച് വിജയിപ്പിച്ചയച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അഭിവന്ദ്യനായ സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കിട്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമാണ്. കാരണം എന്തേ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ UDF-ന്റെ MLA വരും, UDF-ന്റെ MP ഉണ്ടാകും, കേന്ദ്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ നേട്ടങ്ങളൊക്കെ ആർക്കാണ് വരിക? അല്ലെങ്കിൽ ആരെങ്കിലും സ്വതന്ത്ര വേഷം കെട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ തനിനിറം മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ, അല്ലെങ്കിൽ ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്നവരുടെ, ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ മനസ്സിന് ചേരാത്ത പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചു, പലരും പുതിയ വേഷത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞവർ, എനിക്ക് തോന്നുന്നു അവരൊക്കെ ജനാധിപത്യം പഠിച്ചു തുടങ്ങിയത് 2001 ശേഷമാണ്. 2001 ശേഷം ജനാധിപത്യമൊക്കെ പഠിച്ചപ്പോ 2010 ആകുമ്പോൾ എല്ലാവരും ഓർത്ത് നിറം മാറുന്നത് പോലെ ഇപ്പൊ എല്ലാവരും ജനാധിപത്യ വിശ്വാസികളാണ്. ഇവിടെ പ്രശ്നമുണ്ടായപ്പോ അവരെ ബസ്സിൽ പൊളിഞ്ഞപ്പോ ആളി കത്തിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മതകീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൻ മുഴുവനും കടന്നു വരികയാണ്. എന്താ കാരണം പറയുന്നത്? ഞങ്ങൾ എല്ലാവരും മതേതര വിശ്വാസികളാണ്. പുതിയ പുതിയ മുന്നണികൾ, ജനകീയ വികസന മുന്നണി, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന അതേ ഇംഗ്ലീഷിന്റെ മലയാളമാണ് ജനകീയ വികസന മുന്നണി. എന്നിട്ട് പറയുകയാണ് മാറ്റത്തിനൊരു വോട്ട്. എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?